ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിളിക്കപ്പെടുന്ന അജിത് ഡോവലിനെ അമേരിക്ക അറസ്റ്റ് ചെയ്യുന്നു. ഈ സെപ്റ്റംബർ 21 മുതൽ 23 വരെ നരേന്ദ്രമോദിയോടൊപ്പം അമേരിക്ക സന്ദർശിക്കുകയാണ്. അവിടെ ഒരു US കോർട്ട് അജിത് ഡോവലിനെ സമ്മൺ ചെയ്തിട്ടുണ്ട്. അജിത് ഡോവലിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി അമേരിക്ക എടുക്കുമോ? ഖാലിസ്ഥാനി സെപ്പറേറ്റിസ്റ്റ് ആയ ഗുർപത്വാൻ സിംഗ് പാനൂന്റെ പരാതിയിലാണ്, അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയെന്ന പരാതിയിലാണ് ഈ സ്യൂട്ട് ഉള്ളത്. നമസ്കാരം. ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് അജിത് ഡോവൽ. അജിത് ഡോവൽ ഈ റൈറ്റ് വിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാലും വലിയ മതസൗഹാർദ്ദവാദിയും ഒരുമയോടുകൂടി എല്ലാവരെയും കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഡൽഹി കലാപത്തെ നേരിട്ട രീതി വളരെ പ്രസിദ്ധവുമാണ്. ഡൽഹി കലാപത്തിന് അദ്ദേഹം ഒരുപാട് വേദനിച്ച മുസ്ലിം സഹോദരങ്ങളുടെ ബസ്തിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാം ശരിയാക്കാമെന്ന് പറയുകയും ചെയ്യും. അതിന് ഒരുപാട് റൈറ്റ് വിങ്ങേഴ്സ് അദ്ദേഹത്തിനെ ട്രോൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ തീവ്ര റൈറ്റ് വിങ്ങേഴ്സ്. ഞാനൊക്കെ അദ്ദേഹത്തെ പിന്തുണച്ച് നിന്നപ്പോൾ എന്നെ തന്നെ ഒരുപാട് പേര് ആക്രമിച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാണ് ഇൻഷാ അല്ലാഹ് പറയുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? മുസ്ലിം സഹോദരങ്ങൾക്ക് അവിടെ വേദനയും വിഷമവും ഉണ്ടാകുമ്പോൾ അവരാണ് അതിൽ കൂടുതൽ ആക്രമിക്കപ്പെട്ടതും കൂടുതൽ ദുരന്തങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ സമൂഹത്തെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്കെല്ലാം ശരിയാക്കാമെന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് മുസ്ലിം രാജ്യങ്ങളിൽ പ്രവർത്തിച്ച് നല്ല പ്രവൃത്തി പരിചയമുണ്ട്. അറിയപ്പെടുന്ന എന്താ പറയുക, ഒരു വർഗീയവാദി അല്ലെങ്കിൽ വിദ്വേഷവാദിയൊന്നും അല്ല, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഗുർപത്വൻ സിംഗ് പാനൂൻ എന്ന ഖാലിസ്ഥാനി സെപ്പറേറ്റിസ്റ്റ്. ഇദ്ദേഹം ഇന്ത്യക്കെതിരെയൊക്കെ സ്ഥിരം പറയുന്നൊരു വ്യക്തിയാണ്. കഴിഞ്ഞ വർഷം ഈ പാനൂനിനെ കൊല്ലാൻ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു എന്നും അത് US ഗവൺമെന്റ് തടഞ്ഞിരുന്നു. അപ്പോൾ ഒരു സിവിൽ സ്യൂട്ട് അമേരിക്കൻ കോടതിയിൽ അദ്ദേഹം ഫയൽ ചെയ്യുകയും ഇന്ത്യൻ ഗവൺമെന്റിന്റെ റെസ്പോൺസ് 21 ദിവസത്തിനകം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ കോടതികൾ അങ്ങനെയാണ്, മറ്റു വ്യത്യസ്ത രാജ്യങ്ങൾക്കൊക്കെ അയക്കും. ഇത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ മുൻ മേധാവി സാമന്ത് ഗോവൽ, ഈ റോയുടെ ഏജന്റ് വിക്രം യാദവ്, അവിടെ ഒരു നിഖിൽ ഗുപ്ത, ഇവർക്കെതിരെയൊക്കെയാണ് ചെയ്തത്. അതായത് ഇതൊരു ഖാലിസ്ഥാനി സിഖ് എക്സ്ട്രീമിസ്റ്റാണ്. എല്ലാ സമുദായങ്ങളിലും എക്സ്ട്രീമുകളുണ്ട്. ഇപ്പോൾ ഹിന്ദുക്കളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഉള്ളതുപോലെ, ഇസ്ലാമിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉള്ളതുപോലെ, ക്രിസ്ത്യൻസിൽ തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദികളോ അടങ്ങിയുള്ള ആൾക്കാരുള്ളതുപോലെ, യഥാർത്ഥത്തിൽ ഇതേപോലെ ഖാലിസ്ഥാനി ഒരു തീവ്രവാദി അല്ലെങ്കിൽ തീവ്ര സ്വരക്കാരനാണ് ഇദ്ദേഹത്തെ കൊല്ലാൻ ഒരു ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള വ്യക്തിയാണ്. US-ലും കാനഡയിലും ഉള്ളതാണ്. ഇദ്ദേഹത്തെ കൊല്ലാൻ ഇന്ത്യൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപണം. വസ്തുത സത്യമാകാനാണ് സാധ്യത. നമ്മൾ നമ്മുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വാദം ശരിയാവാനാണ് സാധ്യത. കാര്യം US കോടതിയിൽ US-ലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ് ഈ രേഖകളെല്ലാം കൊടുത്തിരുന്നു. നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ആൾക്ക് ഇന്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം സീനിയർ ഫീൽഡ് ഓഫീസറാണ്. കോഡ് CC1 ആണ് അദ്ദേഹത്തിനുള്ളത്. കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കാര്യമുണ്ട്. ഇവിടെ രണ്ട് വിഷയങ്ങളാണ്. അജിത് ഡോവലിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. കാര്യം ഈ ഇന്റർനാഷണൽ ലെവലിലെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ വെച്ചാണ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ സത്യം. അതായത് നിയമവും നീതിയൊക്കെ ഉണ്ടെങ്കിലും ബന്ധങ്ങളും റിലേഷൻഷിപ്സും ഒക്കെ നോക്കിയാണ് പലപ്പോഴും നമ്മുടെ ദേശീയ തലത്തിൽ പോലീസ് ആക്ട് ചെയ്യുന്നത്, CBI ആക്ട് ചെയ്യുന്നത്, ED ആക്ട് ചെയ്യുന്നത്, അതേപോലെ അന്താരാഷ്ട്ര തലത്തിലും ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരോട് ചേർന്ന് നിൽക്കാനൊക്കെ എല്ലാവർക്കും വലിയ താല്പര്യം. അപ്പോൾ അജിത് ഡോവലിനെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ആൾക്കാരിൽ ഒരാളെ, രാഹുൽ ഗാന്ധി പറയുന്ന ഇന്ത്യയെ നയിക്കുന്ന, ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവ്യൂഹം എന്ന് പറയുന്ന 6 പേരിൽ ഒരാളാണ് അജിത് ഡോവൽ. അപ്പോൾ അജിത് ഡോവലിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സാധ്യതകളില്ല. പക്ഷേ ഇന്ത്യ എങ്ങനെ ഇത് പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. കാരണം നരേന്ദ്രമോദിക്ക് കൂടുതൽ അടുപ്പം ഡൊണാൾഡ് ട്രംപിനോടാണ്. കമലാ ഹാരിസ് ഇന്ത്യൻ വംശജയാണെങ്കിലും BJP അടക്കമുള്ള എസ്റ്റാബ്ലിഷ്മെന്റിനോട് കമലാ ഹാരിസ് വിമർശനാത്മകമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയിൽ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ കമലാ ഹാരിസിലേക്ക് ഒരു മാറ്റം, ജോ ബൈഡനിൽ നിന്ന് മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അജിത് ഡോവലിന് അറസ്റ്റ് പോലുള്ള സാധ്യതകളില്ല. പക്ഷേ US സിവിൽ കോടതിയുടെ സ്യൂട്ടിൽ എന്ത് പ്രതികരണം നടക്കുന്നു എന്നുള്ളത് കൗതുകത്തോടെ നമ്മൾ കാണും. അതോടൊപ്പം ഒരു വരി കൂടി, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടാണ്. നമുക്ക് ഈ പാനൂനിനെ പോലുള്ള ആൾക്കാരെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി ഏതെങ്കിലും ആക്ച്വൽ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അമേരിക്കയെ അറിയിക്കുകയോ ഇന്റർപോളിലേക്ക് പോവുകയോ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം തേടുകയോ ചെയ്യാം. വേറൊരു രാജ്യത്ത് സിനിമയിലെ പോലെ അവിടുത്തെ ഈ തീവ്ര സ്വരക്കാരെ കൊല്ലുക എന്നൊക്കെ ഉള്ളത് വളരെ എന്താ പറയുക, ശരിയല്ലാത്തൊരു പരിപാടിയാണ്. അതിന്റെ ആവശ്യമില്ല. ഇയാൾ ഇടയ്ക്ക് അതിശക്തമായ ഇന്ത്യക്ക് നേരെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പാനിനെ പോലുള്ളവരെ ഒന്നെങ്കിൽ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് പോകാം. പക്ഷേ ഈ സിനിമ സ്റ്റൈൽ കൊല്ലല്ല. അതൊക്കെ സിനിമയിൽ മാത്രമേ ശോഭിക്കൂ. യഥാർത്ഥ ലൈഫിലൊന്നും ശോഭിക്കില്ല. അത് രാജ്യങ്ങളുടെ ബന്ധങ്ങളെയും മറ്റും അതിശക്തമായ രീതിയിൽ മോശകരമായി ബാധിക്കും. അതുകൊണ്ട് കൊല്ലുന്നതല്ല, പരസ്പരം പറഞ്ഞ്
കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ നിലപാടുകൾ ഉന്നയിച്ച് അതിൽ വിജയിക്കുകയും ചെയ്യുന്നതാണ് ഗാന്ധിജിയുടെയും ബുദ്ധന്റെയും നാടായ ഇന്ത്യക്ക് വേണ്ടത്. അതേപോലെ മർഡർ ഓപ്പറേഷൻസോ അസാസിനേഷൻ പ്ലോട്ട്സോ ഇന്ത്യക്ക് ചേരില്ല. ഇന്ത്യ അങ്ങനെയല്ല, അതല്ല ഇന്ത്യ എന്നുള്ളതാണ് സത്യം. അപ്പോൾ പാനൂനിനെ കൊല്ലുന്നതല്ല, പാനൂനിന്റെ നിലപാടുകളെ ജയിക്കുന്നതാണ്. അതിന് നമ്മുടെ സിഖ് സഹോദരങ്ങളെ കൂടെ നിർത്തുന്നതാണ് ഇന്ത്യ വേണ്ടത്. അജിത് ഡോവൽജിയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതകളില്ല, പക്ഷേ കൗതുകമുണർത്തുന്ന ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ഇതിലൂടെ ഉരുത്തിരിയുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.